ഹലോ, നമുക്കിന്നൊരു നൈറ്റ് ക്രീം നോക്കാം കേട്ടോ. അത് നൈറ്റ് ക്രീം മാത്രം നമ്മൾ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലാസ് സ്കിന്നിനും അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൈറ്റ് ക്രീം, അപ്പോൾ നൈറ്റ് നമ്മൾ സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ് നൈറ്റ് ക്രീം അല്ലേ. അപ്പോൾ അതിൽ കൂടുതലും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള നമ്മൾ സ്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അതിന് റിപ്പയറിങ്ങിനും കൂടെ വേണ്ടിയിട്ടാണ് നൈറ്റ് റൊട്ടീനിൽ നമ്മൾ കൂടുതലും ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു നൈറ്റ് ക്രീം അല്ലെങ്കിൽ നൈറ്റ് പാക്ക് എന്നും പറയാം, ക്രീം എന്നും പറയാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ല, അതായത് നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ നല്ല ഗ്ലോ ആവും. അതുപോലെ ഒരു ഗ്ലാസ് ഫിനിഷിങ് വേണമെന്നുള്ളവർക്ക്, അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർബായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഞാൻ എല്ലായ്പ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ പാക്കുകളെല്ലാം ഉപയോഗിക്കാം, പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. സ്കിൻ കെയർ ഇല്ലാതെ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ പാക്ക് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. സ്കിൻ കെയർ എന്ന് പറയുന്നത് ബേസിക്കാണ്. നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ അതായത് CTM ചെയ്യുക, ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ സ്കിന്നിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതുപോലത്തെ പാക്കുകൾ ഉപയോഗിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് മാത്രമേ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാത്രം. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പാക്കിലൂടെ കിട്ടുന്ന റിസൾട്ട് കുറേ കാലത്തേക്കൊന്നും നിൽക്കത്തില്ല. നമ്മൾ കറക്റ്റ് അത് ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങൾ പാക്കും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കിൻ കെയർ മറക്കരുത്, കറക്റ്റായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ നൈറ്റ് ക്രീം എന്ന് പറയുന്നത് നമ്മൾ ആൻറ്റി ഏജിങ്ങിലുള്ളവർക്ക് ഭയങ്കര റിസൾട്ടാണ്. അതുപോലെ തന്നെ സ്കിൻ ഒരു അൺഈവൺ ആയിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഈ മാർക്കറ്റിലുള്ള ഏത് പ്രൊഡക്റ്റിനേക്കാളും ഭയങ്കര റിസൾട്ട് എന്നുള്ള രീതിയിൽ പോകുന്നത് കൊറിയൻ പ്രൊഡക്റ്റുകളാണ്. ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതെല്ലാം തന്നെ. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, കൊറിയൻ്റെ ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് റൈസാണ്. റൈസ് നമ്മളുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ, അത് സ്കിന്നിന് മാത്രമല്ല കേട്ടോ, ഹെയറിനും നമുക്ക് ഒരുപാട് റിസൾട്ടുള്ളതാണ് റൈസ് വാട്ടറൊക്കെ. അപ്പോൾ നമ്മളുടെ സൗന്ദര്യത്തിൻ്റെ ഒരു പാർട്ട് ശരിക്കും ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോറായിട്ട് കഴിക്കാൻ മാത്രമല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതും അതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ അതുപോലെ ഒരു നൈറ്റ് ക്രീമാണ് നമ്മൾ വീട്ടിൽ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് വളരെ കുറച്ച് ഒരു 1/4 കപ്പ് റൈസ് എടുക്കുക, പച്ചരി കേട്ടോ. ഞാൻ മിക്ക വീഡിയോസിലും ഒരുപാട് റൈസിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ പച്ചരി ബാസ്മതി റൈസിന് എടുത്ത് പറയാറുണ്ട്. അതുപോലെ ബാസ്മതി റൈസ് അല്ലെങ്കിൽ പച്ചരി എടുക്കുക, 1/4 കപ്പ് എടുക്കുക. ചെറുതായിട്ടൊന്ന് ആദ്യത്തെ ഒരു വാഷ് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഒരുപാട് സമയം വയ്ക്കണമെന്നൊന്നുമില്ല, വളരെ കുറച്ച് സമയം വയ്ക്കുക, 10 to 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ അത് ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുക്ക് ചെയ്യാനായിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കുക. നല്ല രീതിയിൽ അതൊരു 10-15 മിനിറ്റ് ടൈം എടുത്ത് അതൊന്ന് കുക്കായി വരണം. ചെറിയ ഫ്ലെയിമിലിടുക, ഒരുപാട് ഒത്തിരി ഇതൊന്നും കൂട്ടിയിടരുത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലത്തെ പാക്കുകൾ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒരു കാരണവശാലും നാച്ചുറലായിട്ടുള്ള പാക്കുകളാണെങ്കിൽ പോലും കുട്ടികളുടെ സ്കിന്നിന്, അതായത് 10 വയസ്സ് താഴെയുള്ളവർ അല്ലെങ്കിൽ 10 to 15 വയസ്സിലുള്ളവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമേ ഇല്ല. കാരണം 16 വയസ്സ് വരെ കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ബേബി സോഫ്റ്റ് ആയിരിക്കും. ബേബി സ്കിന്നിലേക്ക് നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്ന പാക്കുകളാണെങ്കിൽ പോലും കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 16 വയസ്സിന് ശേഷം സ്കിൻ നല്ലപോലെ മെച്ചൂർഡ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് പാക്കുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് ഒരുപാട് വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ സ്കിൻ വൈറ്റനിങ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എസ്പെഷ്യലി പേരൻസ് എപ്പോഴും ആദ്യം പിള്ളേർക്ക് നമുക്കിത് ചെയ്യാവോ, അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുവാണ് ചെയ്യരുത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏത് പാക്കാണെങ്കിലും ഒരുപാട് പേര് മെസ്സേജ് ചെയ്താൽ ഇത് ആൺകുട്ടികൾക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഉപയോഗിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. 2 പേർക്കും നമുക്ക് എല്ലാ പാക്കുകളും നമുക്ക് ഈവണായിട്ട് മെച്ചൂർഡ് സ്കിന്നിൽ എല്ലാവർക്കും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ
റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റിൽ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ വെള്ളത്തിൽ തന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളത്തിൽ തന്നെ, അതായത് നമ്മൾ ആദ്യം അരി കഴുകിയിട്ട് അതൊന്ന് കുതിർത്ത് വെച്ചല്ലോ, ആ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചെറിയ തീയിലിട്ട് ആ ഒരു ചെറിയൊരു വെള്ളം മതി, കൂടുതൽ വെള്ളം എടുക്കേണ്ട കാര്യമില്ല. എന്നതിന് ശേഷം ഇത് നമ്മളുടെ ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കാം. കോട്ടണിൻ്റെയൊക്കെ വൈറ്റ് ക്ലോത്ത് ഉണ്ടല്ലോ, അതുപോലത്തെ നല്ല വൃത്തിയുള്ള ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കുക. അതിലേക്ക് നമ്മളിത് ഒഴിക്കുക കേട്ടോ. ഒരുപാട് ചൂടിലല്ല, എന്നാൽ ഒരുപാട് തണുക്കാനും പാടില്ല, ആ ഒരു രീതിയിൽ ഒഴിച്ച് മാറ്റുക. എന്നതിന് ശേഷം നമ്മളിത് ശരിക്കും സ്ട്രെയിൻ ചെയ്തെടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളുടെ ആ ഒരു വെള്ളം മാത്രമല്ല, നമുക്ക് ആ റൈസ് ഉൾപ്പെടെ നമുക്ക് ശരിക്കും പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. നമുക്കത് ആ ഒരു രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. ഒരു റൈസിൻ്റെ പേസ്റ്റായിട്ട് തന്നെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റുക. ബൗളെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതിലേക്ക് മാറ്റുക. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് ആ മുഴുവൻ നമ്മൾ അത്രയും അളവിലുള്ള റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ടും നമുക്ക് ഈ ഗ്ലാസിൻ്റെ ബൗളിലേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. എന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇനി എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലെമൺ ഓയിൽ ഇപ്പോൾ കിട്ടും കേട്ടോ. നാരങ്ങയുടെ ഓയിലുണ്ട്, ലെമൺ ഓയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അത് ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ലൈം ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ലെമൺ ഓയിലാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മളൊരു 2 or 3 ഡ്രോപ്സ് എടുക്കുക. 2 or 3 ഡ്രോപ്പ് ലെമൺ ഓയിൽ എടുക്കുക. അത് നമ്മൾ ഈ ഒരു ക്രീം, ശരിക്കും നമുക്ക് ഈ ഒരു റൈസ് നമ്മൾ ഈ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്രീം പോലെ ഉണ്ട്, ഭയങ്കര ക്രീമി ടെക്സ്ചറായിരിക്കും. ഇതിലേക്ക് നമ്മൾ ഈ ലെമൺ ഓയിൽ ഒരു 3 ഡ്രോപ്സ് ഒഴിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അത് നമുക്ക് ഒരെണ്ണം മതിയാവും. വൈറ്റമിൻ ഇ നമ്മൾ ഒരുപാട് പാക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഭയങ്കരമായിട്ട്. കാരണം വൈറ്റമിൻ ഇയും കൂടെ വരുന്ന സമയത്ത് ഇത് ശരിക്കും ഒരു നമ്മൾ എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും ഒരു നല്ലൊരു നൈറ്റ് ക്രീമായിട്ട് തന്നെ അതിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടും. അതും കൂടെ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു ബോളിൽ എന്തെങ്കിലും മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും, എന്ത് പാക്ക് ഇടുമ്പോഴാണെങ്കിലും ശരി, എന്ത് പ്രൊഡക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലവർ സോപ്പ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്തിട്ട് ഇതുപോലത്തെ പാക്കൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. വീണ്ടും 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 പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് പറയണം. ഇപ്പോഴും സോപ്പ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇതുപോലെ പാക്കോ ക്രീമുകളോ ഉപയോഗിക്കുന്ന സമയത്ത് ഫേസ് വാഷ് മാത്രം ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല. ക്ലെൻസർ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പാക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ക്ലെൻസറിനായിട്ട് നമുക്ക് നമ്മളുടെ നാൽപ്പമരുതി മിൽക്ക് ക്ലെൻസർ സൂപ്പറാണ് കേട്ടോ. ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്ത് പറയുവാണ്. നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഇതിനോടകം തന്നെ ഒരുപാട് പേര് ഉപയോഗിച്ച് അതിൻ്റെയൊക്കെ നിങ്ങൾ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ശരിക്കും ഇതൊരു മാജിക്കാണ്, ഇതൊരു മാജിക് ഓയിലാണ്. സോ ഇതൊരു വൺസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാജിക്ക് അറിയാൻ പറ്റും. ഇത് 10 വയസ്സ് മുതലുള്ള പിള്ളേർക്ക് ഉപയോഗിക്കാം കേട്ടോ. വേറെ എന്ത് പ്രൊഡക്റ്റുകളാണെങ്കിലും ഞാൻ പറയാറുണ്ട് 16 വയസ്സ് കഴിയണമെന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് അത്രയും ഇതിനകത്ത് കെമിക്കലോ കാര്യങ്ങളോ ഇല്ലാത്തതോ ആണ്. എന്നാൽ ആ ഒരു ബേബി സോഫ്റ്റ് നമ്മൾ കുട്ടികളുടെ സ്കിന്നിനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ബെസ്റ്റ് റിസൾട്ടാണ്. പിള്ളേരിലുണ്ടാവുന്ന ആ ഒരു ഈ പുറത്തൊക്കെ പോയി കളിച്ചൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കരുവാളിപ്പൊക്കെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ എത്ര ഏജിലുള്ളവർക്കും, ഭയങ്കര ഏജുള്ളവർക്കാണെങ്കിലും ശരി, എന്താ പറയുക, റിങ്കിൾസ് പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ആൻറ്റി ഏജിങ്ങിലേക്ക് എടുക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരൻറ്റി പറയുവാണ്. അപ്പോൾ ഈ ഒരു മാജിക് ക്ലെൻസർ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ പാക്കോ കാര്യങ്ങളോ ഇട്ട് നോക്കുവാണെങ്കിൽ, ഞാൻ ഇത് നമ്മളുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രം പ്രൊമോഷന് വേണ്ടി പറയുന്നല്ല കേട്ടോ. കാരണം ഇതുപോലൊരു പ്രൊഡക്റ്റ് ഇല്ല. അതുകൊണ്ട് എനിക്കത് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അത്രയും എടുത്ത് പറയുവാണ്. അപ്പോൾ അതുപോലത്തെ ഒരു നല്ലൊരു ഇതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നല്ലൊരു ക്ലെൻസർ കൊണ്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൂപ്പർബായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു CTM, അതായത് സ്കിൻ കെയർ അപ്ലൈ ചെയ്ത്
സ്കിൻ കെയർ ഫോളോ ചെയ്യണം. അതല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, സ്കിൻ കെയർ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ്, എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങളനുസരിച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിലൂടെ നിങ്ങൾക്കും സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ 3 മാസത്തെ ഗൈഡൻസ് ആണ് വരുന്നത്. അതിൽ നമ്മൾ സ്കിൻ നോക്കി കൺസൾട്ട് ചെയ്തതിന് ശേഷം എല്ലാം തന്നെ ഓൺലൈൻ കൺസൾട്ടിങ് ആണ്. അത് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും 3 മാസം കൊണ്ട് അതെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. 3 മാസത്തെ നമ്മളുടെ ഗൈഡൻസിലൂടെ. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാം. നമുക്കുണ്ടാവുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈമിലേക്ക് കിട്ടുന്ന ഒരു റിസൾട്ടായിരിക്കും. അപ്പോൾ പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ നാൽപ്പമരാതി മിൽക്ക് ക്ലെൻസർ ഒരു സംശയം വേണ്ട, 100% ഞാൻ ഉറപ്പ് തരാണ്, അത്രയും സൂപ്പറായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിലേക്കും നമ്മളുടെ വാട്സപ്പിൽ തന്നെ മെസ്സേജ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നൈറ്റ് ക്രീം അടിപൊളിയാണ്, അടിപൊളി റിസൾട്ടാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നൈറ്റിൽ വെച്ചിട്ട് കിടക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നൈറ്റിൽ വെച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് നമ്മളുടെ ടിഷ്യൂ വെച്ചൊന്ന് ക്ലിയർ ചെയ്തിട്ട് കിടന്നാൽ മതി. എന്നിട്ട് മോർണിംഗിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഈ പാക്ക്, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.